ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് തേങ്ങാ ചട്നിയുടെ ഒപ്പം കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഴിപ്പണിയാരമാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവില് ഇഡ്ഡലി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവില് പൊന്നിയരിയും, നമ്മൾ ചോറ് വയ്ക്കുന്ന പൊന്നിയരിയാണ്. ഇനി വേണ്ടത് 1/2 കപ്പ് അളവില് ഉഴുന്നാണ്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. നല്ലവണ്ണം കഴുകിയെടുത്ത് കഴിഞ്ഞാൽ 1/4 കപ്പ് അളവില് ചവ്വരിയും 1/4 ടീസ്പൂൺ അളവില് ഉലുവയും കൂടി ചേർത്ത് ഒന്നുകൂടി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അരി കുതിർന്ന് വരാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടണം. 5 മണിക്കൂറിന് ശേഷം കുതിർത്തിയെടുത്തിട്ടുള്ള അരി ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുന്ന സമയത്ത് അരി കുതിർത്തിയ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് ഒരു മൺകലത്തിലേക്ക് മാറ്റാം. 2 തവണകൾ കൊണ്ട് അരച്ചെടുത്തിട്ടുള്ള മാവ് നല്ലോണം ഇളക്കി ഒരു രാത്രി മുഴുവനും ഒന്ന് പൊങ്ങി വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി രാവിലെ ആയാല് നല്ലോണം പൊങ്ങി വന്നിട്ടുള്ള മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 നുള്ളു പഞ്ചസാരയും കുറച്ച് നല്ലെണ്ണയില് കടുകും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ ഒരു മാവിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉണ്ണിയപ്പക്കാരയിലേക്ക് അല്പം നല്ലെണ്ണ പുരട്ടി ഓരോ തവി മാവും ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് മൂടി വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. മുകൾ വശമൊക്കെ നല്ലതുപോലെ വേവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ നല്ലതുപോലെ ഇട്ട് മൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിൽ നിന്നും കോരി മാറ്റാം. പഴയ ഭാഗം നല്ല മുരിവായിട്ടും മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് നമുക്കിത് കഴിക്കാൻ സാധിക്കുന്നത്. ഇനി നല്ല തേങ്ങാ ചട്നിയുടെ ഒപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.